വിശുദ്ധ അൽഫോൺസാമയെ പറ്റി കേട്ടിട്ടില്ലാത്തവരാരും തന്നെ ഉണ്ടായില്ല. ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൺസാമ. ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് വിശുദ്ധ അൽഫോൺസാമ ചെറുതിൽ താമസിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത മുട്ടുചിറയിലുള്ള വീട്ടിലേക്കാണ്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഭാഗം കൂട്ടിയെടുത്തു എന്നല്ലാതെ ആ പഴയ വീടിന് ഒരു മാറ്റവും വരുത്താതെ അങ്ങനെ തന്നെ സംരക്ഷിച്ചാണ് പോരുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറെ സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞു തരൂ. 1910 അൽഫോൺസാമ ജനിക്കുന്നത്. യഥാർത്ഥ പേര് അന്നക്കുട്ടി എന്നാണ്. അമ്മ മരിച്ചു പോയതുകൊണ്ട് തന്നെ അൽഫോൺസാമയെ എടുത്ത് വളർത്തിയത് അൽഫോൺസാമയുടെ അമ്മയുടെ ചേച്ചിയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് 1670 പണി കഴിപ്പിച്ച മുരിക്കൽ തറവാട്, അതായത് അൽഫോൺസാമയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്, വളർത്തമ്മയുടെ വീട്. ഇതിലെ അൽഫോൺസാമ ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം ഇവിടെ സൂക്ഷിച്ച് മ്യൂസിയം ആക്കി വെച്ചിരിക്കുകയാണ്. അൽഫോൺസാമയുടെ വിശുദ്ധ പ്രവൃത്തികളെല്ലാം മനസ്സിലായതിനു ശേഷം ഈ തറവാട് സഭ വാങ്ങിച്ച് മ്യൂസിയം ആയിട്ട് സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ വന്ന അൽഫോൺസാമയുടെ ചെറുതിലുള്ള കുറെ ഫോട്ടോകളും അൽഫോൺസാമ ചെയ്ത എംബ്രോയിഡറി വർക്കുകളും അതുകൂടാതെ പണ്ടത്തെ കാലത്ത് ആ തറവാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളും കാണാൻ പറ്റും. അൽഫോൺസാമയുടെ ജീവിതത്തിന്റെ ഒരു ലഘുരേഖ അവിടെ ചിത്രങ്ങളുടെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ അൽഫോൺസാമയ്ക്ക് വിവാഹം ആലോചിച്ച സമയത്ത് അതിന് സമ്മതമല്ലാതെ അൽഫോൺസാമ കാല് പൊള്ളിച്ച ചാരക്കുഴി അവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല, അന്ന് കാല് പൊള്ളിയ സമയത്ത് തൈലലേപനത്തിനായിട്ടുണ്ടാക്കിയ ഒരു സ്ഥലവും അവിടെ കാണാൻ പറ്റും കേട്ടോ. അൽഫോൺസാമയ്ക്ക് കൊച്ചുത്രേസ്യാമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കിണറും പരിസരവും അവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അൽഫോൺസാമയുടെ ബാല്യകാല ജീവിതങ്ങളെല്ലാം കഷ്ടപ്പാട് നിറഞ്ഞായിരുന്നു. എന്നാൽ ആ കഷ്ടപ്പാടുകളെല്ലാം തരണം ചെയ്ത് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച് വിശുദ്ധയാക്കപ്പെട്ട ഒരാളാണ് വിശുദ്ധ അൽഫോൺസാമ. 1670 പണി കഴിപ്പിച്ച ആ വീടിന് ഒരു മാറ്റവും വരുത്താതെ ഇപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെ. ജീവിച്ച് വിശുദ്ധിയാക്കപ്പെട്ട ഒരാളുടെ ഓർമ്മകളും അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാട്ടോ ഞാൻ കണക്കാക്കുന്നത്. അവിടെ ഒരു മുറിയിൽ ചിത്രങ്ങളുടെ രൂപത്തിൽ ഒരു ലഘുരേഖ പോലെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അൽഫോൺസാമയുടെ ജീവിതത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂട്ടോ. നമ്മൾ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെയാണ് അൽഫോൺസാമയ്ക്ക് കൊച്ചു ത്രേസ്യാമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കിണറുള്ളത്. ഈ കിണറിനോട് ചേർന്ന് തന്നെ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ധ്യാനം കൂടാനൊക്കെ പറ്റുമെന്ന് കേട്ടോ സിസ്റ്റർ പറഞ്ഞു. പിന്നെ ഒരുപാട് ആളുകളും ഒരുപാട് കുട്ടികളും ഈ കിണറിൽ നിന്ന് വെള്ളം കുടിച്ച് സൗഖ്യം നേടുന്നുണ്ടെന്നും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റി അവിടുത്തെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ബുക്കോ കാര്യങ്ങളോ കൊന്തകളോ അങ്ങനെയൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ.